പ്രിയമുള്ളവരെ, അമ്മ ഒരു വരദാനമാണ്. സഹിക്കാനും ക്ഷമിക്കാനും ത്യജിക്കാനുമുള്ളവൾ. മൂക്കന്നൂർ ഫൊറോന, അട്ടാറ, സെന്റ് അൽഫോൻസായി ഇടവക മക്കൾ നിങ്ങൾക്കായി സാദരം സമർപ്പിക്കുന്നു കണ്ണുനീർ ചാലുകൾ. അങ്ങനെ കൊണ്ട് തോറ്റല്ല, എല്ലാം കൂടി കലപ്പില്ല കാട്ടിൽ നടക്കാണ്. അടങ്ങിയിരിക്കി, മുത്തശ്ശിനെ ഒരു കഥ പറഞ്ഞു തരാം. എല്ലാവരും അടങ്ങിയിരുന്നേ. ഇന്ന് മുത്തശ്ശിയെ കരഞ്ഞ് കരഞ്ഞ് മകനെ വിശുദ്ധനാക്കിയ ഒരു അമ്മയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ആ അമ്മ ആരാന്നറിയാമോ? ആ അമ്മയാണ് മോനിക്ക് പുണ്യവതി. അതെ മക്കളെ, മുത്തശ്ശി ഇന്ന് മോനിക്ക് പുണ്യവതിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. മുത്തശ്ശി ഒന്ന് ഇരിക്കട്ടെ കേട്ടോ, തീരെ വയ്യ. മോനിക്ക് പുണ്യവതിയെ ആഫ്രിക്കയിലെ കാത്തേജി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. അതീവ സുന്ദരിയും എന്നാൽ ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും അവൾ മറ്റെല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. എന്റെ ഈശോയെ, നിന്റെ മകളായി എന്നെ കാത്തുകൊള്ളണോട്ടോ. നിന്നെ സ്നേഹിച്ച് നിന്റെ മണവാട്ടിയായി നിനക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കാനാ എന്റെ ആഗ്രഹമൊന്നും നിനക്കറിയാലോ ഈശോയെ. മനസ്സ് നിനക്കറിയാലോ. തുന്നിക്കൊണ്ടിരിക്കുവായിരുന്നോ? ഞാനിവിടെ തുന്നൽപ്പണി ചെയ്യുമേ, അതോടൊപ്പം എന്റെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോയെ നീ ഒരിക്കലും കൈവിടരുത്. വിശുദ്ധിയിലും വിശ്വാസത്തിലും നീ ജീവിക്കണം. മോളെ, നിനക്ക് നല്ലൊരു കൃപ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അപ്പനും അമ്മയും കൂടി അതങ്ങ് നടത്താൻ തീരുമാനിച്ചു. എന്താ നിന്റെ അഭിപ്രായം? എനിക്കിപ്പോ വിവാഹം വേണ്ടമ്മേ. ഞാൻ അവിടെ അമ്മയെ സഹായിച്ചും എന്റെ ഈശോയോട് പ്രാർത്ഥിച്ചും ഇവിടെ കഴിഞ്ഞോളാം. അത് പറ്റില്ല മോളെ, വിവാഹം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. അതെ എന്റെ മക്കളെ, വിവാഹമൊക്കെ കേമമായി നടന്നു. പക്ഷെ എന്താ, ആ കെട്ടിയ പെട്രീഷ്യസ് എന്ന പയ്യൻ ഒരു മദ്യപാനി. ഈശ്വര വിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ല. ഒരു മുരുടൻ. ഇതെവിടെ പോയി കിടക്കാറുന്നതുവരെ? ഞാനിവിടെ പ്രാർത്ഥന മുറിയിൽ. എന്റെ ഒരു പ്രാർത്ഥന എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ദൈവമില്ല ഇല്ല എന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഈ പാഴാക്കി കളയുന്ന സമയം നിനക്ക് എന്നെയും എന്റെ മക്കളെയും ശുശ്രൂഷിച്ചുകൂടെ? കയറിപ്പോടിയകത്ത്. അപ്പൊ പെട്രീഷ്യനത്ര ദേശക്കാരനായിരുന്നോ? പിന്നല്ലാതെ, ഒരു ദുഷ്ടപിശാച്. പിന്നീട് അവർക്ക് 3 മക്കളുണ്ട്. അതിൽ മൂത്ത മകനായ അഗസ്റ്റിൻ ആ അപ്പന്റെ അതേ പാത തന്നെ. ഈശ്വരവിശ്വാസം എന്നത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ മകന്റെ മാനസാന്തരത്തിനായി അമ്മ കരയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ ജീവിത പങ്കാളിയെ നീ അങ്ങേ സന്നിധിയിലേക്ക് വിളിച്ചു. ഇത്ര ക്രൂരനായിരുന്നിട്ടും അവസാനം നിന്റെ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷമാണല്ലോ യാത്രയായത്. ഇനി എന്റെ 3 മക്കളിൽ എന്റെ അഗസ്റ്റിൻ എന്നാണാവോ ഈ പാപവഴിയൊക്കെ വിട്ട് നിന്റെ വിശ്വാസം സ്വീകരിച്ച ഒരു നല്ല മനുഷ്യനായി തീരുന്നത്? എന്റെ അമ്മ എന്താ ഈ ഭ്രാന്തിയുടെ പോലെ പുലമ്പണത്? അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളതാ ദൈവമില്ല ഇല്ല എന്ന്. അങ്ങനെ പറയരുത് മോനെ. അപ്പൻ അവസാനം വിശ്വാസം സ്വീകരിച്ചതിന് ശേഷമല്ലേ യാത്രയായത്? ഈ അമ്മേനെ കണ്ടതല്ലേ? അമ്മേനെ തിരുത്താനൊന്നും വരണ്ട. പോയി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. ഹായ്, എന്താ വിശേഷം? നമ്മുടെ ബെൽറ്റമിന്റെ ബെർത്തഡേയില്ലേ? അടിച്ചു പൊളിക്കണ്ടേ? എടുക്കാങ്ങട്. പിന്നെ എനിക്ക് നോക്കിടാ മോനെ. ഈ ചീത്ത കൂട്ടുകെട്ടിലൊന്നും മോൻ പെടല്ലേ മോനെ. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെടുകയില്ല. അമ്മ അവിടെ പോയിരുന്നേ. മറ്റേ നല്ല സുഖം. വിട്ടോ. ഹായ്. അമ്മ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്ക് റോമിൽ പ്രൊഫസറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് പോവാ. അമ്മ നീ എന്നെ തിരുത്താനെന്നും പറഞ്ഞ് ദൈവം ചെയ്ത് ആ വഴിക്ക് വന്നേക്കരുത് കേട്ടോ. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? പാവം മോനിക്ക. അവൾക്ക് തന്റെ മകനെ കളയാൻ പറ്റോ? അവൾ തന്റെ മകന് അനുധാവനം ചെയ്തു. അമ്മയും കൂടെ പോയി റോമിലേക്ക്, മകന്റെ കൂടെ. എന്നിട്ടോ അവിടെ വെച്ച് മോനിക്ക അംബ്രോസ് പിതാവിനെ കണ്ടുമുട്ടി. പിതാവ് അവളുടെ ഹൃദയവേദനകൾ മനസ്സിലാക്കി. മോളെ, നിന്റെ ഹൃദയവേദന ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം ശരിയാവും. നിന്റെ മകൻ അഗസ്റ്റിൻ ഒരിക്കൽ മാനസാന്തരപ്പെടും. കണ്ണുനീരിന്റെ പുത്രൻ വിശുദ്ധനാവുകയും ചെയ്യും. ഇതെന്ന് സംഭവിക്കും പിതാവേ? എനിക്കാണെങ്കിൽ പ്രായമേറി വരുന്നു. ഇതെല്ലാം ശരിയാവും മകളെ. എന്നിട്ട് പിന്നെ എന്തുണ്ടായി മുത്തശ്ശി? പിന്നീട് ഒരു ദിവസം അഗസ്റ്റിൻ പിതാവിനെ കണ്ടുമുട്ടി.
പിതാവിന്റെ വാക്ചാതുര്യം വിശുദ്ധിയെല്ലാം കണ്ട് അഗസ്റ്റിൻ വളരെ ആകൃഷ്ടനായി. ഒരു ദിവസം അഗസ്റ്റിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ വെച്ചിരുന്ന പുസ്തകമൊന്നും കാണുന്നില്ല. എടുത്തു വായിക്കൂ. എന്താവോ? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. രാത്രി കഴിയാറായി, പകൽ ആരംഭിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് പരിത്യജിക്കാം. ഓ എന്റെ ദൈവമേ! അമ്മ എന്തു പറ്റി അമ്മ? അമ്മ മോനെ, എന്തു പറ്റി? നമുക്ക് കാർട്ടേജിലേക്ക് തിരിച്ചു പോകാം മോനെ. അമ്മ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അമ്മ. അശുദ്ധിയുടെ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. പാപത്തിന്റെ പടുകുഴിയിൽ ഞാൻ വീണു പോയിരിക്കായിരുന്നു അമ്മ. പക്ഷേ ഈ വിശുദ്ധ ഗ്രന്ഥം എന്റെ കണ്ണു തുറപ്പിച്ചു അമ്മ. മോനെ, അമ്മയ്ക്ക് അവസാനമായി ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ദൈവവിശ്വാസം അമ്മ മരിച്ച എവിടെ വേണമെങ്കിലും സംസ്കരിച്ചോളൂ. പക്ഷെ ദൈവത്തിന്റെ അടുത്താണ് അമ്മയെ സ്മരിക്കണം. അമ്മ കരഞ്ഞ് കവൾത്തടം കണ്ണുനീർ ചാലുകളാക്കിയ എന്റെ അമ്മയുടെ സ്നേഹത്തെ പറ്റി വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഈ കണ്ണീരിന്റെ പുത്രനായി എന്നെ വീണ്ടെടുക്കാൻ എന്റെ അമ്മയ്ക്ക് ഒരു വാക്ക്, ഒരു നോട്ടം, അത് മാത്രം മതിയായിരുന്നു. ഓ എന്റെ ദൈവമേ, ഞാൻ ഇന്ന് അങ്ങയുടെ മകനായിരിക്കുന്നത് ഈ അമ്മയെ എനിക്ക് തന്നതുകൊണ്ടാണല്ലോ. അമ്മ മക്കളെ, അമ്മ എന്നുള്ളത് മാറ്റാനും മറക്കാനും പറ്റാത്ത ഒരു സത്യമാണ്.